ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം, ഒരു പ്രണയത്തിൻ്റെ തണുപ്പ്, ഒരു ബന്ധം തീർത്ത് കളിക്കുന്ന ബെട്രായൽ സിൽസില സീരിയലിലെ പാർട്ട് 1 ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കാം. എന്നാൽ നമുക്ക് നേരെ പാർട്ട് 2 പോകാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടണും അനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് കഥയിലോട്ട് പോയാലോ? വരൂ. ഇന്നലെ നമ്മൾ നന്ദിനി ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ വന്ന് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. എന്നാൽ അത് ആരുടെ കാറാണെന്നോ നന്ദിനിക്ക് എന്ത് പറ്റിയെന്നോ നമുക്കറിയില്ല. അത് നമുക്ക് ഇന്നത്തെ കഥയിൽ നോക്കാം. അത് ഗുണാലിൻ്റെ കാറായിരുന്നു. അവൻ ആരാണ് വീണതെന്നും എന്താണ് പറ്റിയതെന്നൊന്നും അറിയാൻ പറ്റിയില്ല. അവൻ ഉടനെ തന്നെ കാറ് നിർത്തി അവളുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അവൻ കണ്ടു അതൊരു പെൺകുട്ടിയാണ്. എന്നാൽ അവളാകട്ടെ പേടിച്ചുകൊണ്ട് ഓടിപ്പോവുകയും ചെയ്തു. എന്നാൽ നന്ദിനിയുടെ ബ്രേസ്ലെറ്റ് അതാ താഴെ കിടക്കുന്നു. അത് ഗുണാൽ കയ്യിലെടുക്കുന്നു. അപ്പോഴാണ് മൗലിയും വരുന്നത്. എന്ത് പറ്റി ഗുണാൽ, എന്താ ഇത്ര നേരം, നമുക്കിന്ന് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. ഗുണാൽ നടന്ന കാര്യങ്ങളൊക്കെ മൗലിയോട് പറയുന്നു. കൂടാതെ ആ ബ്രേസ്ലെറ്റും കാണിച്ചു കൊടുക്കുന്നു. മൗലി ഷോക്കാകുന്നു. എന്താണ് ഇത്? നന്ദിനിയുടെ ബ്രേസ്ലെറ്റ് അല്ലേ? ഇത് ഞാൻ കുഞ്ഞുനാളിൽ അവൾക്ക് കൊടുത്ത ബ്രേസ്ലെറ്റാണ് ഗുണാൽ, ഇത് നോക്കൂ എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയുന്നു. സമയം പാഴാക്കാതെ തന്നെ മൗലി നന്ദിനിയുടെ പിറകെ ഓടുന്നു. ഒടുവിൽ മൗലി ദൂരെ നിന്നുകൊണ്ട് നന്ദിനിയെ കാണുന്നു. നന്ദിനി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരയുന്നു. നന്ദിനിക്ക് മനസ്സിലായി അത് തൻ്റെ ഉറ്റ സുഹൃത്തായ മൗലിയുടെ ശബ്ദമല്ലേ. തിരിഞ്ഞു നോക്കിയതും മൗലിക്ക് ചുറ്റും ആളുകൾ കൂടിയിരുന്നു. അപ്പം തന്നെ ആ ഹസ്ബൻഡും അവിടെ വരുന്നുണ്ട്. അവളെ വലിച്ചു വെച്ച് കാറിൽ കെട്ടിയിട്ടുകൊണ്ട് പോകുന്നു. കാറിൽ വെച്ച് തന്നെ കുട്ടിയോട് പോലെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ അടിക്കുന്നു. പിറ്റേ ദിവസമാണ് നന്ദിനി അറിയുന്നത് ആ ബ്രേസ്ലെറ്റ് കാണാതെ പോയിട്ടുണ്ട്. അവളത് അവളെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു. മൗലിയുടെ ഫ്രണ്ട്ഷിപ്പ് പോലും വേണ്ടാന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, പിന്നെയാണ് അവൾ തന്ന ഒരു ബ്രേസ്ലെറ്റ് എന്നും പറഞ്ഞ് അയാൾ പുച്ഛഭാവത്തോടെ പോകുന്നു. എന്നാൽ നന്ദിനിക്കാകട്ടെ അത് വളരെ സങ്കടമാണ്. മൗലി ഒരു ഗൈനക്കോളജിസ്റ്റാണ്, ഗുണാലാകട്ടെ ഒരു പീഡിയാട്രീഷ്യനും. അവർ തമ്മിൽ ഒരു കാറ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സീനാണ് അടുത്ത് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു സ്ത്രീയും കുഞ്ഞും കാറിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് അവർ കാണുന്നത്. ഗുണാൽ ഉടനെ തന്നെ ഒരു ഹീറോയെ പോലെ പോയി അവരെ രക്ഷിക്കുന്നു. മൗലിയോ ആ സ്ത്രീയെ നേരെ നോക്കുന്നു. ഗുണാലാകട്ടെ ആ കുട്ടിയെയും എല്ലാം നോക്കുന്നു. ഗുണാൽ ആ കുട്ടിയെ കൊഞ്ചിച്ചു കൊണ്ടൊക്കെ നോക്കുന്നത് മൗലി ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഉടനെ തന്നെ ചോദിക്കുന്നു, എന്താ ഗുണാൽ ആ കുട്ടിയോട് ഇത്ര സ്നേഹം? അപ്പോൾ തന്നെ ഗുണ പറഞ്ഞു, നിനക്കറിയില്ലേ എനിക്ക് കുട്ടികളൊക്കെ വളരെ ഇഷ്ടമാണ്, നമുക്ക് വേണ്ടേ ഇതുപോലെയൊക്കെ ഒരെണ്ണം എന്നും പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നു. നമുക്കെന്താ വലിയ വയസ്സായോ, അതൊക്കെ സമയമാകുമ്പോൾ നടന്നോളും എന്നും പറഞ്ഞ് മൗലി തടി തപ്പുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനാണ് നമുക്ക് കാണിക്കുന്നത്. അടുത്തതാകട്ടെ നന്ദിനി കുളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. ആ സൈക്കോ ചെറുക്കനാകട്ടെ അവൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവളെ പിറകെ വന്ന് അവളെ ഇടുപ്പിൽ നുള്ളിക്കൊടുക്കുന്നു. എന്നിട്ട് അവളെ ഇഷ്ടമില്ലാത്ത രീതിയിൽ പിടിച്ചുകൊണ്ട് പോയി കട്ടിലിടുന്നു. അവൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു, തൻ്റെ ശരീരത്തെ മാത്രം പ്രണയിക്കുന്ന ഒരു ഹസ്ബൻഡിനെയാണല്ലോ എനിക്ക് കിട്ടിയത്, ഇതെൻ്റെ വിധി, ഇതിന് നേരെയാവുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നന്ദിനിയും വഴങ്ങിക്കൊടുക്കുന്നു. 100 ഓപ്പറേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത ഡോക്ടേഴ്സിന് വേണ്ടി ഒരു അവാർഡ് കൊടുക്കുന്ന പാർട്ടിയാണ് അടുത്ത് കാണിക്കുന്നത്. സൈക്കോ ആകട്ടെ അയാളും ഒരു ഡോക്ടറാണ്. അവനും നല്ലൊരു പാർട്ട്ണർഷിപ്പിൽ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അവൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഒരു ഡോക്ടറെ അവൻ കണ്ടുവച്ചിട്ടുണ്ട്. അയാളെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അവനും ആ പാർട്ടിയിൽ പങ്കെടുക്കുന്നത്. കൂടെ നന്ദിനിയെയും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അവൻ അവളെ അവിടെ ഇരുത്തിക്കൊണ്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പോകുന്നു. നന്ദിനി അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഫുഡൊക്കെ വച്ചിരിക്കുന്ന ആർട്ടും ആ ഡെക്കറേഷനൊക്കെ നോക്കിയിരുന്ന് രസിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് ഒരു ചെറുക്കൻ്റെ കൈ തട്ടി ആ ആർട്ടൊക്കെ താഴെ വീണ് നശിച്ചു പോകുന്നു. അവൾ ഓടിപ്പോയി അവനോട് പറയുന്നു, എനിക്കിതിനെക്കുറിച്ച് ചെറിയ ഐഡിയയൊക്കെ ഉണ്ട്, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അവൾ നന്നായിട്ട് തന്നെ നല്ല മനോഹരമായിട്ട് ആ ആർട്ടൊക്കെ പൂർത്തിയാക്കി കൊടുക്കുന്നു. ചുറ്റുമുള്ളവരൊക്കെ കണ്ട് നല്ല അതിശയപ്പെടുന്നു. ചുറ്റുമുള്ളവരെല്ലാവരും കൈ തട്ടി അവളെ അഭിനന്ദിക്കുന്നു. എന്താണ് ഈ കൂട്ടം? ആ സൈക്കോ ഹസ്ബൻഡ് കടന്നു വരുന്നു. അവൻ ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നേ ഇല്ല. അപ്പോഴാണ് അവൻ സെറ്റ് ചെയ്യാൻ വച്ചിരിക്കുന്ന ആ ഡോക്ടർ ഉണ്ടല്ലോ, അയാൾ നന്ദിനിയെ പ്രശംസിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്ത് ടാലൻ്റുള്ള കുട്ടിയാ നീ, ബ്രില്യൻറ്റ് ഗേൾ. ഉടനെ തന്നെ സൈക്കോ പയ്യൻ രംഗത്ത് വന്നിട്ട് പറയുക, ഇതെൻ്റെ വൈഫാണ് ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നു ആ സൈക്കോ.
നന്ദിനി അവിടെയൊക്കെ ചുറ്റി കാണുകയാണ്. മൗലിയുടെ കട്ടൗട്ട് അപ്പോഴാണ് അവൾ ശ്രദ്ധയിൽ പെടുന്നത്. അവൾ സന്തോഷത്തോടെ കണ്ണീരൊക്കെ ഒഴുക്കി, മൗലി മൗലി ഡോക്ടറായോ? കുഞ്ഞുനാൾ മുതലെയുള്ള അവളുടെ ആഗ്രഹമാണത്. അവളത് സാധിച്ചെടുത്തല്ലോ. എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ എനിക്കിന്ന് എൻ്റെ മൗലിയെ കാണാം. അയ്യോ എന്നൊക്കെ പറഞ്ഞ് അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഉടനെ തന്നെ ബാക്കിൽ നിന്നും ഗുണാലിൻ്റെ സൗണ്ട്, മൗലി. നന്ദിനിക്ക് മനസ്സിലായി. നന്ദിനി മനസ്സിൽ പറയാ, മൗലി എത്തിയിട്ടുണ്ട്. ഉടനെ ബാക്കി നാളത്തെ പാട്ടിൽ നന്ദിനിയും മൗലിയും കണ്ടുമുട്ടുമോ, സൈക്കോ പയ്യൻ വീണ്ടും പ്രശ്നമുണ്ടാക്കുമോ, ഇതൊക്കെ അറിയാം. നാളെ വരെ വെയിറ്റ് ചെയ്യുക. ബൈ ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വരെ വെയിറ്റ് ചെയ്ത് കാണുക. ബൈ.